ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് പ്രധാനപ്പെട്ട ന്യൂസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ന്യൂസ് വേഗം പറഞ്ഞു നിർത്താം. ഒന്ന്, PSCയുടെ പ്രായപരിധി വർധന എന്ന് തൊട്ട് ബാധകമാകും? സേനകൾക്കും അധ്യാപക നിയമനങ്ങൾക്കും ഇത് ബാധകമാകുമോ? അതിനുള്ള ഒരു മറുപടി ഇപ്പം PSC തന്നിട്ടുണ്ട്. രണ്ട്, ഡിഗ്രി പ്രിലിംസ് ഒറ്റ പരീക്ഷയായിട്ടാണോ നടത്താൻ പോകുന്നത്? അതിനുള്ള രണ്ടെണ്ണത്തിനുള്ള മറുപടി ഇന്നത്തെ തൊഴിൽ വീതിയിലൂടെ വിട്ടിട്ടുണ്ട് PSC. ഒന്ന്, ഫെബ്രുവരി 28 അതിനകത്ത് നോട്ടിഫിക്കേഷൻ വന്നപ്പം പ്രായപരിധി ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 28-ന് വന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നുകൂടെ തിരുത്തലോട് കൂടിയിട്ട് ഇറക്കും. ഫെബ്രുവരി 27 മുതൽ പ്രായപരിധി വർധന ബാധകമായിട്ടുണ്ട്. അതായത് ഇനി വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസിനകത്തും 40 വയസ്സായിരിക്കും ജനറൽ കാറ്റഗറിക്ക്. മറ്റെല്ലാവർക്കും അതനുസരിച്ച് 4 വർഷം കൂടെ എക്സ്ട്രാ. ദെൻ ഫോഴ്സിലേക്കുള്ള ചോദ്യമായിരുന്നു എല്ലാവരും മുന്നോട്ട് ചോദിച്ചിരുന്നത്. 18 മുതൽ 26 വരെ ആയിരുന്നു പോലീസ് കോൺസ്റ്റബിൾ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ, IRB പോലീസ് കോൺസ്റ്റബിൾ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നിവർക്കുള്ള അപേക്ഷ ആ ഒരു പ്രായപരിധി ഇപ്പൊ 4 വർഷം കൂടെ ആയപ്പോൾ 18 മുതൽ 30 വയസ്സ് വരെ ഇനി വരാൻ പോകുന്ന പോസ്റ്റുകൾക്ക് നമുക്ക് അപേക്ഷിക്കാം. OBCക്ക് 33 വയസ്സ് വരെയും SC/STക്ക് 18 മുതൽ 35 വരെ ആയിരിക്കും ഫോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള ആ ഒരു ഏജ് റിലാക്സേഷൻ. ദെൻ ജയില്, എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ, വനം, വന്യജീവി തുടങ്ങിയ വകുപ്പുകളിലെയും യൂണിഫോം തസ്തികകൾ ഉയർന്ന പ്രായപരിധിയിൽ 4 വർഷത്തെ വർധന ബാധകമാക്കും. ഓക്കെ, അതുപോലെ നമുക്കറിയാം LPST, UPST ഒക്കെ 40 വയസ്സ് വരെയാണ്. അപ്പൊ 4 വർഷം കൂടെ അതും എക്സ്ട്രാ ആക്കിയിട്ടുണ്ട്. ഇതിൽ 44 വയസ്സ് വരെ നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും? ഈ പറഞ്ഞതുപോലെ തന്നെ LPST, UPST, HSST ഒക്കെ എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു 44 ആകും. HSST കോളേജ് അധ്യാപക നിയമനങ്ങൾക്കും ഉയർന്ന പ്രായപരിധിയിൽ 4 വർഷത്തെ വർധന ബാധകമാണ്. അപ്പൊ അവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു മെയ് 2-നകം എല്ലാ സെക്ഷൻസും തീർന്ന ഒറ്റ സ്റ്റേജ് ആണോ എന്ന്. അപ്പൊ അപേക്ഷകർ ടോട്ടലായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസിന് 26.77 ലക്ഷം അപേക്ഷകർ വന്നിട്ടുണ്ട് മൊത്തത്തില്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പല ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. 26.77 ലക്ഷം പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത്. സർവകലാശാല അസിസ്റ്റന്റ്, കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തുടങ്ങി 13 തസ്തികകളിലേക്കുള്ള പരീക്ഷയിൽ ഏകദേശം 26,77,549 പേരാണ് അപേക്ഷ നൽകിയത്. ഇപ്പൊ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ്. അപ്പൊ കൺഫർമേഷൻ എത്ര പേരുണ്ട് എന്ന് അവർ നോക്കിയതിനു ശേഷമായിരിക്കും ഘട്ടം തീരുമാനിക്കാൻ പോകുന്നത്. അപ്പൊ അപേക്ഷകരുടെ എണ്ണം പൊതുവായി കണക്കാക്കുമ്പോൾ 6 ലക്ഷത്തോളമേ വരൂ. മെയ് 2-ന് ആരംഭിക്കുന്ന പരീക്ഷ അപേക്ഷകരുടെ എണ്ണം അനുസരിച്ച് 2-3 ഘട്ടമായിട്ട് പൂർത്തീകരിക്കാനാണ് PSC ആലോചിക്കുന്നത്. അപ്പൊ മെയ് 18 വരെ കൺഫർമേഷൻ നൽകാം. കൺഫർമേഷൻ കൊടുത്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് കൊടുക്കുക. ഈ പറഞ്ഞതുകൂട്ട് തന്നെ ഒരുപാട് അപേക്ഷകരുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയോട് കൂടിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.